ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാലവർഷം കനക്കുന്നതോടെ കടലമ്മയുടെ മക്കൾക്ക് ആദിയുടെ നാളുകളാണ്. ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ അത് വറുതിയുടെ നാളുകളാകും. സർക്കാർ പ്രഖ്യാപിക്കുന്ന നാമമാത്രമായ ആനുകൂല്യങ്ങൾ മാത്രമാണ് ഇവർക്ക് ഏക ആശ്രയം. അത് തന്നെ യഥാസമയം കിട്ടാറുമില്ല. ഇത്തവണ അത് ആവർത്തിക്കില്ലെന്ന പ്രതീക്ഷയോടെ പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ എല്ലാ അനാഥ മന്ദിരങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് പരിശോധിക്കുമെന്ന് മന്ത്രി ഡോക്ടർ M.K. മുനീർ. ട്രോളിംഗ് നിരോധനം ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. നിരോധനം ജൂലൈ 31 വരെ. തീരദേശങ്ങളിൽ ഇനി വറുതിയുടെ നാളുകൾ. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മഹിളാ മന്ദിരത്തിൽ നിന്ന് 3 മണവാട്ടികൾ മൈലാഞ്ചി അണിഞ്ഞ് മന്ത്രി M.K. മുനീറിന് മംഗല്യക്കുറി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ എല്ലാ അനാഥ മന്ദിരങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് പരിശോധിക്കുമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ M.K. മുനീർ. മുൻപ് ആരെങ്കിലും ഫണ്ട് തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എല്ലാ അനാഥാലയങ്ങളും നോക്കിയിട്ട് അവരുടെ ഇതുവരെ ഞങ്ങൾക്ക് അവർ തരുന്നത് കൃത്യമായ കണക്കാണ് എന്നുള്ളത്. കാരണം ഓഡിറ്റ് ചെയ്തിട്ടാണല്ലോ തരുന്നത്. ഇനി നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും കഴിഞ്ഞ് അത് തരണമെന്നുള്ളത് നിഷ്കർഷിക്കുകയാണ്. അതിന് പുറമെ ആരെങ്കിലും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് മറച്ചു വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾ ഇനി കടലിൽ പോവില്ല. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ശനിയാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും. ഈ 1.5 മാസക്കാലം വറുതിയുടെ നാളുകളായിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക്. കർശന നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഈ കാലയളവിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ട്രോളിംഗ് നിരോധനം ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. ഇനി ജൂലൈ 31 വരെ 41 നാൾ പരമ്പരാഗത മത്സ്യബന്ധനമല്ലാതെ യന്ത്രവൽകൃത വള്ളങ്ങളൊന്നും കടലിൽ ഇറങ്ങില്ല. കാലവർഷം കനത്തതോടെ പ്രക്ഷുബ്ധമായ കടലിൽ പരമ്പരാഗത തോണിയുമായുള്ള മത്സ്യബന്ധനം അസാധ്യമാണെന്നതിനാൽ 1.5 മാസക്കാലം തീരത്തെ കുടിലുകളിൽ വറുതിയുടെ നാളുകളായിരിക്കും. ട്രോളിംഗ് നിരോധന കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളെല്ലാം പ്രഖ്യാപിക്കപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരം സഹായങ്ങളൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാറില്ലെന്ന് മാത്രം. ഈ കാലയളവിൽ കുടുംബം പോറ്റാൻ മറ്റു കൂലിപ്പണികളിൽ ഏർപ്പെടുകയാണ് പതിവ്. ട്രോളിംഗ് നിരോധനത്തിന് തയ്യാറെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വള്ളങ്ങളെല്ലാം കരക്കിടിപ്പിച്ചു തുടങ്ങി. ജില്ലയിലെ പ്രധാന തുറമുഖങ്ങളായ പുതിയാപ്പ, ബേപ്പൂർ, ചോമ്പാല, ചാലിയം, കൊയിലാണ്ടി തുടങ്ങിയവിടങ്ങളിലെല്ലാം ബോട്ടുകൾ നിരനിരയായി തീരത്തടുപ്പിച്ചിരിക്കുകയാണ്. മിക്കവാറും ബോട്ടുകളുടെയെല്ലാം അറ്റകുറ്റപ്പണികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. അതിനുള്ള കരാറുകളെല്ലാം നേരത്തെ തന്നെ ബോട്ടുടമകൾ മരപ്പണിക്കാർക്കും മറ്റുമായി നൽകിയിട്ടുണ്ട്. അതുപോലെ വലകളുടെയും യന്ത്രസാമഗ്രികളുടെയും അറ്റകുറ്റപ്പണികളും ആരംഭിക്കും. അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ ജില്ലയിലെ തീരക്കടലിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഇറക്കുന്നത് തടയാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തി മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾ നിരോധനം നിലവിൽ വരും മുൻപ് തന്നെ ജില്ലയുടെ തീരം വിട്ടുപോകാൻ കളക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. വിട്ടുപോകാത്ത യാനങ്ങൾ പിടികൂടിയാൽ ട്രോളിംഗ് നിരോധന കാലയളവ് അവസാനിച്ച ശേഷമേ വിട്ട് അയക്കുകയുള്ളൂ. കടലിലൂടെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകേണ്ട യാനങ്ങളും 14-ന് മുൻപ് തീരക്കടൽ വിട്ട് പോകണമെന്നാണ് കളക്ടറുടെ മുന്നറിയിപ്പ്. സാമൂഹ്യക്ഷേമ വകുപ്പിലെ കാരണവരായ മന്ത്രിക്ക് ആദ്യ കല്യാണക്കുറി നൽകിക്കൊണ്ട് ജുവനിൽ ഹോം മഹിളാ മന്ദിരം വിവാഹാഘോഷത്തിനായി ഒരുങ്ങി. ശുഭ, ശ്രീകുട്ടി, ധനലക്ഷ്മി എന്നിവരാണ് 18-ന് മഹിളാ മന്ദിരത്തിന്റെ മുറ്റത്തൊരുങ്ങുന്ന കല്യാണ മണ്ഡപത്തിൽ വിവാഹിതരാകുന്നത്.
വെള്ളിമാടുകുന്ന് ജുവനിൽ ഹോമിനോട് ചേർന്ന മഹിളാ മന്ദിരത്തിൽ വെള്ളിയാഴ്ച മൈലാഞ്ചി കല്യാണമായിരുന്നു. ശുഭ, ധനലക്ഷ്മി, ശ്രീകുട്ടി എന്നിവരുടെ കല്യാണമാണ് 18 നടക്കുന്നത്. അതിനു മുന്നോടിയായി മൈലാഞ്ചി അണിഞ്ഞ് മൂവരും മഹിളാ മന്ദിരത്തിൽ അലങ്കരിച്ച മുറ്റത്ത് അണിഞ്ഞൊരുങ്ങി നിന്നു. സ്നേഹസമ്മാനങ്ങളുമായി ഒരുപാട് പേരെത്തി. പാട്ടുകച്ചേരിയും ഒരുക്കിയിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കാരണവരായ മന്ത്രി ഡോക്ടർ എം കെ മുനീറിനും ഇവർ കല്യാണക്കുറി നൽകി. കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ചിൽഡ്രൻസ് ഹോമിലെത്തിയവരാണ് മൂവരും. പഠിച്ചതും വളർന്നതുമൊക്കെ ഇവിടെ തന്നെ. മാതൃപിതൃ സ്നേഹത്തിന്റെ രുചിയേറിയാത്ത ഇവർക്ക് തീർത്തും പുതിയ ലോകത്തിന്റെ വാതിലുകളാണ് വിവാഹ ജീവിതത്തോടെ തുറക്കുന്നത്. ഫാഷൻ ഡിസൈനറായി ജോലി നോക്കുന്ന ചെന്നൈയിലെ രക്ഷിതാണ് ധനലക്ഷ്മിയെ വിവാഹം ചെയ്യുന്നത്. ചെന്നൈ സച്ചിദാനന്ദ നഗറിലാണ് താമസം. ബംഗളൂരിൽ നിന്നാണ് ധനലക്ഷ്മി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ശ്രീകുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടുന്നത് മാവൂർ കണ്ണിപ്പറമ്പ് പെരിങ്കല്ലൻതൊടി പ്രജിത്താണ്. കാർപ്പൻഡറാണ് പ്രജിത്ത്. കീനാലൂർ തേവർമല ബാലനാണ് ശുഭയ്ക്ക് മിന്നു ചാർത്തുന്നത്. നിർമ്മാണ തൊഴിലാളിയാണ് ഇദ്ദേഹം. 18 മഹിളാ മന്ദിരത്തിന്റെ മുറ്റത്തൊരുക്കുന്ന കല്യാണ മണ്ഡപത്തിലാണ് ഇവരുടെ വിവാഹം. പൂർവ്വ അന്തേവാസി അസോസിയേഷൻ സെക്രട്ടറി തങ്കപ്പൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുക. സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെയാണ് വിവാഹാഘോഷം സംഘടിപ്പിക്കുന്നത്. ജില്ലാ പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് പുതിയ എസ് കെ പൊറ്റക്കാട് ഹാളിൽ ആരംഭിച്ചു. സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി ടി സുന്ദരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. മുപ്പത്തിനാലാമത് പുരുഷ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പും വനിതാ വിഭാഗത്തിലും മാസ്റ്റേഴ്സ് വിഭാഗത്തിലും 24ാമത് ചാമ്പ്യൻഷിപ്പുമാണ് കോഴിക്കോട് പുതിയറ എസ് കെ പൊറ്റക്കാട് ഹാളിൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടകർ. പങ്കെടുക്കുന്നവരുടെ ഭാരത്തിനനുസരിച്ച് വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചാണ് മത്സരം. SLK ഫുഡ് പ്രൊഡക്ട്സ് സ്പോൺസർ ചെയ്യുന്ന ഹാപ്പി റോളിംഗ് ട്രോഫിയാണ് ടീം വിഭാഗത്തിൽ വിജയികളെ കാത്തിരിക്കുന്നത്. റണ്ണറപ്പിന് മഞ്ജുനാഥ റാവു ട്രോഫിയും സ്ട്രോങ് മാന് റോയൽ ട്രാവൽസ് റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. വിവിധ വിഭാഗങ്ങളിൽ മറ്റു ട്രോഫികളും ജേതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് PTS സുന്ദരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് M മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. SK സാംസ്കാരിക കേന്ദ്ര പ്രസിഡന്റ് TV രാമചന്ദ്രൻ, അസോസിയേഷൻ സെക്രട്ടറി വേണു G നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോടിന്റെ സ്ട്രോങ് മാനെ തെരഞ്ഞെടുക്കുന്ന മത്സരങ്ങൾക്ക് ശേഷം ഞായറാഴ്ച ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പോലീസ് വകുപ്പ് നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങൾക്ക് തന്റെ വകുപ്പിൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ M K മുനീർ. സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോം ഫോർ ഗേൾസിലെ കുട്ടികൾക്കായി വസ്ത്രവും പഠനോപകരണവും കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകളും സൗജന്യമായി വിതരണം ചെയ്തു. മന്ത്രി ഡോക്ടർ M K മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് വകുപ്പ് നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് തന്റെ വകുപ്പിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ശോചനീയാവസ്ഥയിലുള്ള പോലീസ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് MP-യുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂളുകളിൽ കുട്ടികൾക്ക് പുസ്തകം നൽകുന്ന ഒരു പരിപാടി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു നോട്ട് പുസ്തകം എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു ഗൈഡായി സഹായകമായി നൽകുന്നു. എങ്ങനെയാണ് ട്രാഫിക് സിഗ്നലുകൾ അല്ലെങ്കിൽ ട്രാഫിക് സൈനുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങളെ തടയാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിന്റെ പുറം ചട്ടയുടെ ഏറ്റവും പിന്നിലെ ചട്ടയിലും അകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അവബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പോലീസ് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നോട്ട് പുസ്തകം എന്ന് പറയാനും അവരെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചടങ്ങിൽ പഠനോപകരണ വിതരണവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ MK രാഘവൻ MP പുസ്തകം വിതരണം ചെയ്തു.
കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ.ബി. വേണുഗോപാൽ, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ പി.എം. പ്രദീപ്, കെ.പി. അബ്ദുൾ റസാഖ്, എ.വി. പ്രദീപ്, എ.ഇഒ. ഇ. ശ്യാമള, വി. പുഷ്പ, പി. മുരളീധരൻ, ഇ. ജയരാജൻ, പി.സി. പുരുഷോത്തമൻ, ടി. അബ്ദുള്ള കോയ എന്നിവർ സംബന്ധിച്ചു. കരിനിയമ കേസുകൾ സംബന്ധിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനകീയ തെളിവെടുപ്പ് തുടങ്ങി. കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കുന്ന പരിപാടി സുപ്രീംകോടതി അഭിഭാഷകൻ മഹമ്മൂദ് പ്രാച്ച ഉദ്ഘാടനം ചെയ്തു. പോലീസ് നൽകുന്ന വിവരങ്ങൾക്കപ്പുറം സ്ഫോടന ഗൂഢാലോചന കേസുകളുടെ അകമ്പൊരു പരിശോധിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാംഗ്ലൂർ സ്ഫോടനം, ഹുബ്ലി ഗൂഢാലോചന, മാവേലിക്കര മാവോയിസ്റ്റ് സാന്നിധ്യം, പാനായിക്കുളം ക്യാമ്പ് ഉൾപ്പെടെയുള്ള കേസുകളിലാണ് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ തെളിവെടുപ്പ് നടത്തുന്നത്. കേസുകളിൽ ഉൾപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് തെളിവുകൾ നൽകുന്നത്. ഗുജറാത്തിൽ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രാണേഷ് കുമാറിന്റെ പിതാവ് ഗോപിനാഥൻ പിള്ള, അബ്ദുൽ നാസർ മാദിനിയുടെ മകൻ ഉമർ മുക്താർ, മാധ്യമപ്രവർത്തക കെ ഷാഹിന തുടങ്ങിയവരെ തെളിവ് നൽകാൻ ക്ഷണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഹമ്മൂദ് പ്രാച്ച, പത്രപ്രവർത്തകൻ അജിത് സാഹി, ഡൽഹി ജാമിയ മില്ലിയ സർവകലാശാലയിലെ മനീഷ സേത്തി, ജസ്റ്റിസ് പി.കെ. ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് പി.എ. പൗരൻ തുടങ്ങിയവർ അടങ്ങിയതാണ് ന്യായാധിപ സമിതി. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മഹമ്മൂദ് പ്രാജ തെളിവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് നൽകുന്ന വിവരങ്ങൾക്കപ്പുറം സ്ഫോടന ഗൂഢാലോചന കേസുകളുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. Because I have to travel for these cases also and for my other professional work out of Delhi. I am based in Delhi. So all these things, the minimum accommodation which is the responsibility will never be or would rarely be mine. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ടി. മുഹമ്മദ് വേളം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി കളത്തിൽ ഫാറൂഖ്, CM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. തെളിവെടുപ്പ് ഞായറാഴ്ചയും തുടരും. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. വിവിധ കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പുനർജനി വനിതാ അഭിഭാഷക സംഘടന അവകാശ സംഗമം സംഘടിപ്പിച്ചു. പോലീസ് ക്ലബ്ബിൽ നടന്ന സംഗമത്തിന് അഡ്വക്കേറ്റ് സ്വപ്ന, അഡ്വക്കേറ്റ് സീനത്ത് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് പുനർജനി വനിതാ അഭിഭാഷക സംഘടന അവകാശ സംഗമം സംഘടിപ്പിച്ചത്. പോലീസ് ക്ലബ്ബിൽ നടന്ന സംഗമത്തിൽ നിരവധി പേരാണ് പരാതികളുമായി എത്തിയത്. പ്രധാനമായും വിവാഹമോചന കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ മാനസിക പ്രശ്നങ്ങളുമായി നിരവധി സ്ത്രീകളും എത്തിയിരുന്നു. പരാതിക്കാരിൽ നിന്നും പരാതികൾ നേരിട്ട് വാങ്ങുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കൂടാതെ കൌൺസിലിംഗും സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ടെന്ന് പുനർജനി സംഘടക അഡ്വക്കേറ്റ് സീനത്ത് പറഞ്ഞു. നിയമവഴിക്ക് നീങ്ങേണ്ട കേസാണെങ്കിൽ പുനർജനി അതിനുവേണ്ട നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സ്വപ്നയും സംഗമത്തിന് നേതൃത്വം നൽകി. ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിനും ഗുണ്ടാ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി കോഴിക്കോട് സിറ്റി പോലീസിന് കീഴിൽ തിങ്കളാഴ്ച മുതൽ 2 സ്ക്വാഡുകൾ പ്രവർത്തിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ A.V. ജോർജ് പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായുള്ള റെയ്ഡുകൾ തുടരും. 8,36,000 രൂപ കണ്ടെത്തിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത 43 കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു.
നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ലഹരിമരുന്ന് വിൽപ്പന തടയാനും ഗുണ്ടാ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാനും തിങ്കളാഴ്ച മുതൽ പോലീസിന്റെ 2 സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങും. 5 വർഷമായി നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് 414 കേസുകൾ പുനഃപരിശോധിക്കാനും പ്രതികൾ എന്തു ചെയ്യുന്നുവെന്ന് പരിശോധിക്കാനും സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 സ്ക്വാഡുകൾ ഇന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ പ്രാവർത്തികമാകുമ്പോൾ, ഒന്ന് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ്, 2 ആന്റി ഗുണ്ടാ സ്ക്വാഡ്. നാർക്കോട്ടിക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അരവിന്ദാഷിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ്. 2 അതിലധികമോ കേസിൽ ഉൾപ്പെട്ടവരെ കാപ്പ നിയമപ്രകാരം ഗുണ്ട ആക്ടിൽ ഉൾപ്പെടുത്തി കേസെടുക്കും. സ്കൂൾ പരിസരങ്ങളെ മറ്റിടത്തുമുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും. ഇവരുടെ വിശദാംശം അറിയിക്കുന്നവരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കും. വിവരം ലഭിച്ച് 24 മണിക്കൂറിനകം നടപടിയുണ്ടാകും. നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ 9497987370 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോടിനെ ലഹരി വിരുദ്ധ നഗരമാക്കുകയാണ് ലക്ഷ്യം. ഗുണ്ടാ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിനായാണ് കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ സ്ക്വാഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ പ്രവർത്തനമോ ഗുണ്ടകളിൽ നിന്നുണ്ടായാൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ 9497990111 എന്ന നമ്പറിൽ അറിയിക്കണം. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഗുണ്ടകളെയും ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നവരെയും ക്രിമിനൽ കേസെടുത്ത് അമർച്ച ചെയ്യും. നഗരത്തിലെ വിവിധ ട്രാഫിക് കുറ്റകൃത്യങ്ങളുടെ വിവരം ജനങ്ങൾ വാട്സാപ്പിലൂടെ ട്രാഫിക് സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ, നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെ അറിയിച്ചാൽ ഉടൻ നടപടിയുണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായുള്ള റെയ്ഡുകൾ തുടരുകയാണ്. നിലവിൽ 237 റെയ്ഡുകൾ നടത്തി. ഇതിൽ 43 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13 ആളുകളെ അറസ്റ്റ് ചെയ്തു. 83,60,000 രൂപ കണ്ടെടുത്തു. 463 രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര ശക്തിപ്പെടുത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ്, കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം, JDT എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അഡീഷണൽ DMO ഡോക്ടർ A സാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി രക്തദാനത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജില്ലാതല സെമിനാർ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം, JDT ഇസ്ലാം കോളേജ്, HSS VHSSലെ NSS വിഭാഗത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അഡീഷണൽ DMO ഡോക്ടർ A സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ CR സുജ, JDT പ്രിൻസിപ്പൽ ഡോക്ടർ EK സ്വർണകുമാരി, നോഡൽ ഓഫീസർ ഡോക്ടർ M സുജാത, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത, അശോകൻ ആലപ്രത്ത്, KT മോഹനൻ, AP മണി എന്നിവർ സംബന്ധിച്ചു. മെഡിക്കൽ കോളേജ് മാതൃശിശു പരിചരണ കേന്ദ്രം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ K മോഹൻദാസ് വിഷയാവതരണം നടത്തി. തുടർന്ന് രക്തദാതാക്കളെ ആദരിക്കലും ക്വിസ്, പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ മാനേജ്മെന്റ് ശില്പശാല സംഘടിപ്പിച്ചു. നളന്ദയിൽ നടന്ന ശില്പശാല വഖഫ് ബോർഡ് ട്രിബ്യൂണൽ മെമ്പർ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഗ്രാന്റിന്റെ 2ാം ഗഡു ലഭിച്ച മദ്രസ കമ്മിറ്റികളുടെ ഭാരവാഹികൾക്കും ട്യൂഷൻ അധ്യാപകർക്കുമായാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ശില്പശാല സംഘടിപ്പിച്ചത്. ഓൺലൈൻ മുഖേന ഗ്രാന്റിന് അപേക്ഷ നൽകിയവരും ശില്പശാലയിൽ പങ്കെടുക്കുന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഗ്രാന്റ് ഇൻ എയ്ഡ് കമ്മിറ്റി അംഗം സുബൈർ നെല്ലിക്കാപ്പറമ്പ് ക്ലാസ് നയിച്ചു. മദ്രസകളുടെ ഈ വലിയൊരു സംവിധാനത്തിന്റെ പങ്കില്ലായിരുന്നുവെങ്കിൽ കേരളേതര പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ദുരിതാവസ്ഥകളിലേക്ക് തന്നെയായിരിക്കാം ഒരു പക്ഷേ മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിരുന്നേനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മദ്രസകളാണ്. അവരെ സാമൂഹികമായ വികാസത്തിന് ആവശ്യമാകുന്ന വിദ്യാഭ്യാസം, അത് മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മറ്റു ഇതര വിദ്യാഭ്യാസവും നൽകാനും ഒരു സാമൂഹിക വിദ്യാഭ്യാസത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കാനും സാധിച്ചു എന്നതാണ് മദ്രസകളുടെ ഏറ്റവും വലിയ പങ്ക്. നഴ്സറി സ്കൂൾ ഓഫ് മ്യൂസിക് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത പഠന ക്യാമ്പും സ്കൂളിന്റെ വാർഷികാഘോഷവും നടന്നു. പ്രശസ്ത പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിസരി സ്കൂൾ ഓഫ് മ്യൂസിക് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത പഠന ക്യാമ്പും സ്കൂളിന്റെ 17ാം വാർഷികാഘോഷവും നടന്നു. പുതിയറ BEM UP സ്കൂളിൽ നടന്ന പരിപാടി പ്രശസ്ത പിന്നണി ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തിനെ അത്രയും ഉത്തരവാദിത്വത്തോടെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഗീതം നിലനിൽക്കുന്നത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം നമുക്കെല്ലാം അറിയാം, ഈ പുതിയ തലമുറയിൽ ധാരാളം ഗാനങ്ങൾ ചലച്ചിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ഗാനം പോലും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറാറില്ല. സംഗീതം ഇപ്പം എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. നടീനടന്മാരൊക്കെ പാട്ടുകാരായിരിക്കുകയാണ്.
നിസരി രക്ഷാധികാരി KM വേലായുധൻ അധ്യക്ഷം വഹിച്ചു. നിസരി ഡയറക്ടർ KM രാജേഷ് ബാബു, ഷീബ, ദിനേശ് തൃപ്രയാർ, PP മണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന പഠന ക്ലാസ്സിൽ ആയുർവേദത്തിന്റെ രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ അഭയം ക്ലിനിക് MD ഡോക്ടർ മനോജ് കുമാർ ക്ലാസ് എടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ സമാപന ദിവസം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കുന്ന വൈവിധ്യമാർന്ന കലാവിരുന്നും സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്തകളിൽ മറ്റൊരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. മനുഷ്യ-പ്രകൃതി ബന്ധത്തിന്റെ പാരസ്പര്യവും വൈരുദ്ധ്യാത്മകതയും സ്വാംശീകരിച്ചുകൊണ്ട് ഡോക്ടർ KN ഗണേഷ് രചിച്ച പ്രകൃതിയും മനുഷ്യനും പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ തോമസ് ഐസക് MLA അപർണ മാർക്കോസിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. മനുഷ്യർക്കിടയിലെ അസമത്വം വർദ്ധിക്കുകയാണെന്ന് ഡോക്ടർ തോമസ് ഐസക് MLA അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡോക്ടർ KN ഗണേഷിന്റെ പ്രകൃതിയും മനുഷ്യനും പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപർണ മാർക്കോസ് പുസ്തകം ഏറ്റുവാങ്ങി. വാനിൽ നിന്ന് മണ്ണിലേക്കുള്ള മനുഷ്യന്റെ പരിവർത്തനം അവിടെ നിന്നാണ് എന്റെ പറയുന്നത്. ഈ പ്രസ്താവനയിൽ തന്നെ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, പ്രകൃതിയുടെ ഭാഗമാണ് വാനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിവർത്തനം. പക്ഷെ ആ പരിവർത്തനം എങ്ങനെ ഉണ്ടാവുന്നത്? ആ പരിവർത്തനം ഉണ്ടാവുന്നത് താൽക്കാലിക മനുഷ്യൻ 2 കാലം നിന്നു നിൽക്കാൻ തുടങ്ങുന്നു. അപ്പോൾ കൈകൊണ്ട് അധ്വാനിക്കാൻ കഴിയുന്നു. അവനാവശ്യമുള്ള ഭക്ഷ്യ കാര്യങ്ങളും മറ്റും ശേഖരിക്കാൻ പറ്റുന്നു. ആ ശേഖരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യൻ കരുപിടിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ അസ്തിത്വത്തിലും വികാസമുണ്ടാവുന്നു, ഭാഷ രൂപപ്പെടുന്നു, മനുഷ്യ സമൂഹം രൂപപ്പെടുന്നു. ഉൽപാദനം വർദ്ധിച്ചപ്പോൾ മനുഷ്യന്റെ ഉപഭോഗാർത്ഥിയും കൂടി. വളർച്ചയുണ്ടായപ്പോൾ ലഭിച്ച വരുമാനം വീതം വയ്ക്കുന്നത് മേധാവിത്വ വർഗമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ K ശ്രീധരൻ അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ K പാപ്പുട്ടി പുസ്തകം പരിചയപ്പെടുത്തി. KN ഗണേഷ് പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി. PK ബാലകൃഷ്ണൻ സ്വാഗതവും K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ഹാസ്യ സമ്രാട്ട് സഞ്ജയന്റെ 111ാം ജന്മദിനാചരണം KP കേശവമേനോൻ ഹാളിൽ നടന്നു. ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹാസ്യ സാഹിത്യകാരൻ സഞ്ജയന്റെ കൃതികൾ തലമുറകൾ എത്ര മാറിയാലും പ്രസക്തമായി തുടരുമെന്ന് MGS പറഞ്ഞു. കേരള ഹാസ്യവേദി, ഹാസ്യകലാ അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടന്നത്. സഞ്ജയൻ വർഷങ്ങൾക്ക് മുൻപ് പരിഹസിച്ച മലയാളി ശീലങ്ങൾക്ക് ഇന്നും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഇപ്പോഴും പ്രസക്തമാണെന്നും ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെട്ടു. ഒരു സ്മാരകം പോലും തീർക്കാതെ സഞ്ജയനെ മറന്നുകളഞ്ഞത് വിധിവൈപരീതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ഹാസ്യവേദിയുടെയും സഞ്ജയൻ ഫാൻസിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സഞ്ജയന്റെ 111ാം ജന്മദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, ഞാനൊരു ഉപകാരം ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് വണ്ടി കിട്ടുകയും ചെയ്തു. എന്താ നീ ചെയ്തതല്ല, നീ ചെയ്ത ഉപകാരം എന്താണെന്ന് എനിക്ക് തോന്നുന്നു പറയാനാണ്. ഞാൻ നമ്മുടെ ടോമിയെ ചങ്ങല അടിച്ചു വെച്ചിട്ട് അയാളെ ചൂണ്ടിക്കാണിച്ചു, പിടിയല്ല പിടിയെന്ന് പറയുന്നു. അയാൾ 5 മിനിറ്റോടെ സ്റ്റേഷനിൽ വണ്ടി കിട്ടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഓരോ സാധാരണ ജീവിതത്തിലെ സന്ദർഭങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. ഒരു തമാശ ഞാൻ KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ K മൊയ്തു അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ NP രാജേന്ദ്രൻ, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ MP മനോജ്, സഞ്ജയൻ അവാർഡ് ജേതാവ് KP കുഞ്ഞിമൂസ, PR നാഥൻ, PV ഉസ്മാൻ ഗോയ, ഇല്ലിക്കട്ട് നമ്പൂതിരി, CP രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 2013-14 വർഷം SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് വിവിധ വിദ്യാലയങ്ങളിൽ നടന്നു. വിവിധ സംഘടനകളുടെയും PTA-യുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവുകയാണ് ചടങ്ങുകളുടെ ലക്ഷ്യം. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA-യുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ജൂഡ് സക്കറ അധ്യക്ഷം വഹിച്ചു. അധ്യാപകനായ ഷാജൻ ചിറിയാൻ രചിച്ച ഒരേ പലർ എന്ന കവിതാ സമാഹാരം പ്രധാന അധ്യാപകൻ MV ജോർജ് കേരള ജസീദ് സൊസൈറ്റി പ്രൊവിഷ്യൽ ഫാദർ MK ജോർജിന് നൽകി പ്രകാശനം ചെയ്തു. ആ
ജോർജ് സാർ പറഞ്ഞ ആ കാര്യം ഓർക്കുക, ഒരു അന്ധവിദ്യാർത്ഥി സ്വപ്നം കണ്ടതുപോലെ സ്വപ്നങ്ങൾ കാണാനാവണം. ഞാൻ 20-25 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയോട് ചോദിക്കും, നിന്റെ സ്വപ്നം എന്താണ്? നിങ്ങളൊരു കൊച്ചു ഗ്രൂപ്പായിരുന്നു ഞാൻ ചോദിച്ചേനെ. ചോദിച്ചു കഴിഞ്ഞാൽ 90% പറയും എനിക്കൊരു ജോലി മതി. ഫാദർ മാത്യു പുല്ലാട്ട്, പി ജോൺസൺ, സെബാസ്റ്റ്യൻ ജോൺ, മാസ്റ്റർ ആദർശ്, കിഷൻ ഷോപ്പ്, സച്ചിൻ ദാസ്, ടോമി ജോർജ് എന്നിവർ സംസാരിച്ചു. MES കുറ്റിച്ചിറയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മേളനം സംഘടിപ്പിച്ചു. മേയർ AK പ്രേമചന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ കുറ്റിച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിന് ഉപഹാരവും നൽകി. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ കാണിക്കുന്ന താല്പര്യം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. PT ആസാദ് അധ്യക്ഷം വഹിച്ചു. MES ജില്ലാ പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ, ജില്ലാ സെക്രട്ടറി ലത്തീഫ്, അബ്ദുള്ള കോയ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റും വിതരണം ചെയ്തു. യത്തീംഖാന, ഇമെയിൽ, ലവ് ജിഹാദ് എന്നീ വിഷയങ്ങളിൽ കേരളത്തെ വർഗീയവൽക്കരിക്കരുതെന്ന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൗരസംഗമം നടത്തി. ജലീൽ സഖാഫി സംഗമം ഉദ്ഘാടനം ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തെ വർഗീയവൽക്കരിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി പൗരസംഗമം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പൗരസംഗമം ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം മത ന്യൂനപക്ഷ ജനതയുടെ വൈജ്ഞാനിക ദൈക്ഷണിക മുന്നേറ്റത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള ഭരണകൂടത്തിന്റെയും മുഴുത്ത വർഗീയവാദികളായ പോലീസ് മേധാവികളടക്കമുള്ള ഉദ്യോഗസ്ഥരുടെയും തെറ്റായ നയങ്ങൾക്കെതിരെ ഇത് നാടിനെ കലുഷിതമാക്കുന്ന നടപടികളായിരിക്കുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് യത്തീംഖാന, ഇമെയിൽ, ലവ് ജിഹാദ്, കേരളത്തെ വർഗീയവൽക്കരിക്കരുത് എന്ന ശീർഷകത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലാസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള പൗരസംഗമങ്ങൾ ഈ സമയത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് റഫി കുറ്റിക്കട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രമുഖ ഗ്രന്ഥകാരൻ അസീസ് തരുവണ, ഷാബിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലങ്ങളിൽ വീടുകളും ബിൽഡിംഗുകളും വീഴാതിരിക്കാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിക്കുന്നു. 17 ചൊവ്വാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിലാണ് സെമിനാർ നടക്കുക. സിമന്റിന്റെ വിലവർദ്ധനവ്, കല്ലിന്റെ നീളക്കുറവ്, മണൽക്ഷാമം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്നിവ സെമിനാറിൽ ചർച്ച ചെയ്യുമെന്ന് CWSA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബേപ്പൂർ കൈതവളപ്പ് കോളനിയിലെ ശശിധരന്റെ വീടിന് ഇടിമിന്നലേറ്റു. ശനിയാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് ഇടിമിന്നലേറ്റ് വീട് തകർന്നത്. ഓടുകൾ പൊട്ടുകയും ചുമരുകൾ പൊട്ടിപ്പിളരുകയും ട്യൂബുകളും ബൾബുകളും തകരുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു. ജനലുകൾക്കും വിള്ളലേറ്റിട്ടുണ്ട്. ടിവിയും ഫാനും കത്തി നശിച്ചു. ആളപായം ഉണ്ടായിട്ടില്ല. KSEB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ബേപ്പൂരിലെ പലയിടങ്ങളിലും വീടുകൾക്ക് നാശം സംഭവിക്കുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ എല്ലാ അനാഥ മന്ദിരങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് പരിശോധിക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. ട്രോളിംഗ് നിരോധനം ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. നിരോധനം ജൂലൈ 31 വരെ. തീരദേശങ്ങളിൽ ഇനി വറുതിയുടെ നാളുകൾ. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മഹിളാ മന്ദിരത്തിൽ നിന്ന് 3 മണവാട്ടികൾ മൈലാഞ്ചി അണിഞ്ഞ് മന്ത്രി MK മുനീറിന് മംഗല്യക്കുറി നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.